സ്ട്രെസ്, ടെൻഷനൊക്കെ വരുമ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടാറുണ്ട്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, പ്രമേഹം കൂടുമോ? ഇത് താൽക്കാലികമാണെന്നൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ ബ്ലഡിലേക്ക് കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ ഹോർമോൺസ് വന്നിട്ട് അത് പാൻക്രിയാസിൻ്റെ അകത്തുള്ള ഗ്ലൂക്കോഗോണിനെ റിലീസ്, അതിലൂടെ മീഡിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലിവറിൻ്റെ അകത്ത് ഒരു 20% ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതായത് മസിൽസിലേക്ക് സപ്ലൈ ചെയ്യാനാണ്. ആ ഗ്ലൂക്കോസിന് ബ്ലഡിലേക്ക് പെട്ടെന്ന് ചാടി ബ്ലഡ് ഗ്ലൂക്കോസ് കൂടും. ഇത് ക്വിക്ക് എനർജി നമ്മുടെ മസിൽസിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ഒരാളാണെങ്കിൽ, വ്യായാമം ചെയ്ത മസിൽസിൽ സ്റ്റോറേജ് സ്പേസ് അത് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ ഗ്ലൂക്കോസ് മസിലേക്ക് കയറാതെ ബ്ലഡിൽ തന്നെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് പ്രമേഹക്കാർക്ക്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്ക് ഇതൊരു പ്രോബ്ലമായിട്ട് മാറും. ഇത് റെഗുലറായിട്ട് സംഭവിക്കുന്ന ഒരു ദോഷം തന്നെയാണ്. അപ്പോൾ സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതൊരു വശം. അതിനേക്കാൾ ഉപരി റെഗുലറായിട്ട് എക്സസൈസ് ചെയ്ത് എല്ലാ മസിൽസിലും എപ്പോഴും നന്നായിട്ട് ഗ്ലൂക്കോസും ഫാറ്റ് എനർജി ആക്കി കളയുന്ന ഒരാൾക്ക് എപ്പോഴും മസിൽസിൽ വേക്കൻ സ്പേസ് ഉണ്ടാവും. സോ എത്ര ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് വന്നാലും അത് മസിൽസിലേക്ക് കയറി പോകുന്നത് കാരണം ഈ സ്ട്രെസ്സും സ്ട്രെയിനും കൊണ്ട് പെട്ടെന്നുണ്ടാവുന്ന ആ ബ്ലഡ് ഷുഗർ ഹൈക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് അധികം ഉണ്ടാവില്ല. സോ ജീവിതത്തിൻ്റെ അടിത്തറ, പ്രമേഹ ചികിത്സയുടെ എന്നല്ല, എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ അടിത്തറ എക്സസൈസ് ബേസ്ഡ് ആയിരിക്കണം, പ്ലസ് ഡയറ്റ് കൺട്രോൾ.